നമ്മൾ വട്ടവടയിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് 2 ദിവസം സ്റ്റേ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം രാവിലെയാണ് നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് ഞാനും വൈഫും കൂടി. കാര്യം വട്ടവടയിൽ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ടെങ്കിലും വട്ടവട ടൗണിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് നമ്മളൊന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി രാവിലെ തന്നെ ഒരു 6:30 മണിക്ക് ഇറങ്ങിയതാണ്. വെട്ടം വീണ് വരുന്നതേ ഉള്ളൂ. ഒരു കട്ടൻ ചായ കുടിച്ച് ഞാനും വൈഫും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ വട്ടവടയിലെ കോവിലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. അതായത് കോവിലുകളുടെ ഊരി, ഒരുപാട് കോവിലുകൾ, അതായത് അമ്പലങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അമ്പലങ്ങളുടെ പാട്ടും കിളികളുടെ ശബ്ദവും അങ്ങനെയൊക്കെ ആയിട്ട് വട്ടവടയുടെ ആ വൈബ് ഒന്ന് നിങ്ങൾ ആസ്വദിക്കട്ടോ. കോവിലൂർ ഗ്രാമ സത്രമാണ് ഈ കാണുന്നത്. ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ നടന്ന് അടുത്തൊരു അമ്പലത്തിലെ ഫ്രണ്ടിലെത്തിയപ്പോൾ അമ്പലം മാറി ശിവന്റെ അമ്പലമായിട്ടുള്ളേ. കുറേ ആളുകൾ അവരുടെ വീടിന് മുമ്പിൽ കോലം വരയ്ക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കേരളത്തിലെല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു തെരുവിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാട്ടിലെത്തിയൊരു പ്രതീതി. അതായത് ചുറ്റിനുള്ള വീടുകളും ആ വഴിയും അവിടുത്തെ ആളുകളുടെ ഒരു കോസ്റ്റ്യൂമും ഡ്രസ്സും എല്ലാം ഒരു സെറ്റപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ അമ്പലത്തിലെ പാട്ടുകൾ വീടുകളിൽ കേൾക്കുന്നുണ്ട്. ചില വീടുകളിൽ നിന്ന് ക്രിസ്ത്യൻ പാട്ടുകളും കേട്ടു കേട്ടോ. പക്ഷേ ആ വീടുകളിൽ നോക്കിയപ്പോൾ അമ്പലത്തിലെ ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പാട്ടും മിക്സ് ചെയ്ത് കേൾക്കുന്ന ഒരാളുകളാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അവർ കൂടി നമ്മൾ വർത്തമാനം പറഞ്ഞ് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ദൂരെ കാണുന്നത് ഒരു സ്കൂളിൻ്റെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. ആ ഒരു 5 ബിൽഡിങ് ഒരുമിച്ചൊരു വലിയൊരു കോമ്പൗണ്ടിൽ കാണുന്ന ഒരു സ്കൂളായിട്ടാണ് എനിക്ക് തോന്നിയത്. വട്ടവടയെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവർ ചേച്ചി അലക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഡാം പോലെ സെറ്റപ്പിൽ. അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തത്. കാര്യം അവരുടെ പ്രൈവസിക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് ചോദിക്കണമല്ലോ. അപ്പോൾ ഒരു ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നമ്മൾ എത്തി കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മലനിരകളും വട്ടവടയിലെ കുന്നുകളും മലകളും എല്ലാം കാണാം. ലോങ് സൈഡിൽ നല്ല ഭംഗിയാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ നമ്മൾ അവിടെ നിന്ന് നടന്നൊരു ചെറിയൊരു വഴിയിലേക്ക് എത്തിയതാണ് കേട്ടോ. ശരിക്കും നല്ല ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ചെറിയൊരു വഴിയിൽ ഒരു ഇടവഴി പോലത്തെ ഒരു വഴി താഴത്തേക്കുണ്ട്. നമ്മൾ മനോഹരമായ വഴികളും സംഭവങ്ങളൊക്കെയാണ്. ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ്, നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ഥിരം കാഴ്ചകളല്ല. പിന്നെ പൂക്കൾ, വഴിയരികിൽ കണ്ട പൂക്കളാണ് ഈ കാണുന്നത് കേട്ടോ. പല കളറുണ്ട്, വൈറ്റ്, പിങ്ക്, നല്ല റോസ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ശരിക്കും ഒരു കാട്ടുപൂവാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയ വഴി. നമ്മളിനി താഴത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ആ വഴിയിൽ നമ്മൾ കുറച്ച് ആളുകളൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നമ്മുടെ ഏകദേശം വട്ടവട ടൗൺ ഏരിയയിൽ എത്തി. അടിമാലി, മൂന്നാർ, കാന്തല്ലൂരൊക്കെ പോണ ബസ്സാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബസ്സിനൊക്കെ ടൈമുണ്ട് കേട്ടോ. ആ ടൈം അനുസരിച്ചാണ് ബസ്സുകളുണ്ടാവുക. എപ്പോഴും ബസ്സുള്ള ഒരു റൂട്ടല്ല. അടുത്തൊരു അമ്പലം നമ്മളവിടെ കണ്ടു. അങ്ങനെ ഒരുപാട് കോവിൽ കണ്ടു കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കണ്ടു മാത്രമല്ല, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങൾ കണ്ടു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ടൗൺ ഏരിയ, ബാങ്കും സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വട്ടവടയിൽ വന്നിട്ട് ജീപ്പ് സഫാരി നടത്തിയിരുന്നു. നമ്മൾ താമസ സ്ഥലത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഹണി മ്യൂസിയം ചെയ്തിരുന്നു. കുറേ ഫാമുകൾ, കൃഷിത്തോട്ടങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മളൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് വട്ടവടയിലെ എല്ലാ വീഡിയോകളും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിവിടെ കണ്ട 2 നമ്മുടെ ചുണക്കുട്ടന്മാരാണ് കേട്ടോ. നല്ല അടിപൊളി പപ്പീസാണ്. അപ്പോൾ അവരെ കൂടി കുറച്ച് നേരം കളിപ്പിച്ച്, അധികം കളിപ്പിക്കാൻ പോയില്ല. ഇനി നമുക്ക് സ്വഭാവം അറിയില്ലല്ലോ, അതിൽ കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ.